അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാന്യരായ നേതാക്കളെ, ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, കുടുംബ ജീവിതരംഗത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നതിനു വേണ്ടി ആവശ്യമായ ഇസ്ലാമിക മാർഗനിർദ്ദേശങ്ങൾ പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനു വേണ്ടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ പ്രോഗ്രാമിലെ ഈ സെഷനിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കുടുംബത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് പരിമിത സമയത്തിനുള്ളിൽ സൂചിപ്പിക്കാനുള്ളത്. മനുഷ്യനെ മനുഷ്യനാക്കുന്നതിൽ, മാനവീയത പകർന്നു നൽകുന്നതിൽ അതിപ്രാധാന്യമുള്ള ഒന്നാണ് വിദ്യാഭ്യാസം എന്നത്. എഡ്യൂക്കേഷൻ എന്ന് ആംഗലേയ ഭാഷയിൽ പരിചയപ്പെടുത്തുന്ന ആ പദം എഡ്യൂക്കെയർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് വിശദീകരിക്കപ്പെടാറുള്ളത്. മനുഷ്യൻ്റെ ഉള്ളിലുള്ളതിനെ പുറത്തു കൊണ്ടുവന്ന് മനുഷ്യനെ സംസ്കരിച്ചെടുക്കുക എന്നതാണ് ആത്യന്തികമായി വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. നമ്മുടെ രാജ്യത്ത് അവനവനെ തിരിച്ചറിയുക, അതിലൂടെ ആത്മാവിൻ്റെ സംസ്കരണം നേടിയെടുത്തുകൊണ്ട് ആത്മസാക്ഷാത്കാരത്തിലേക്ക് മനുഷ്യനെ നയിക്കലാണ് വിദ്യാഭ്യാസം എന്ന് ആ മേഖലയിലെ വിജ്ഞാന പടുക്കളായ ആളുകൾ പറഞ്ഞു വച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ഒരു തലമുറയിൽ നിന്ന് അടുത്തതിലേക്ക് അറിവിൻ്റെയും സംസ്കാരത്തിൻ്റെയും കൈമാറ്റം നടത്തപ്പെടുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ദൈവിക മതമായ, പ്രകൃതി മതമായ ഇസ്ലാം ഈ വിഷയത്തിൽ അതിയായ പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. 1400 വർഷങ്ങൾക്കപ്പുറം ഹിറാ ഗുഹയുടെ ഏകാന്തതയിലിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട വചനം യഖറ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് യഖറ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന 5 വചനങ്ങളിലൂടെ ഈ ജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ പ്രാധാന്യം, അത് പഠിപ്പിച്ചിട്ടുള്ള അതുല്യനായ റബ്ബിൻ്റെ മഹത്വം, മനുഷ്യനെ അത് പഠിപ്പിക്കാൻ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള പേനയുടെ മഹത്വം, ഇതെല്ലാം അള്ളാഹു വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് മുന്നിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ചോദിക്കുന്ന ചോദ്യം ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. ചോദിക്കുക, അറിവുള്ളവനും അറിവില്ലാത്തവരും തുല്യമായി തീരുമോ എന്നതാണ്. അറിവ് മനുഷ്യനെ സംസ്കരിക്കുന്നതാണ്. അറിവ് മനുഷ്യനെ ഔന്നത്യത്തിലേക്ക് ഉയർത്തുന്നതാണ്. അറിവ് മനുഷ്യനിലെ അധാർമികതകളെയും ജീർണതകളെയും ഇല്ലായ്മ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം ഏതൊരു സമൂഹത്തിലും ഏറെ പ്രാധാന്യമുള്ളതാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ പുരോഗമിക്കുന്ന ഒരു സമൂഹത്തിന് അവഗണിക്കുക സാധ്യമല്ല. മനുഷ്യൻ്റെ മാനസികമായ വികാസം, മനുഷ്യൻ്റെ സാമൂഹികമായ വളർച്ച, മനുഷ്യൻ്റെ നൈപുണികളിലുള്ള വളർച്ച, മനുഷ്യൻ്റെ ചോദനകളെ പുറത്തു കൊണ്ടുവരൽ, മനുഷ്യൻ്റെ സകല തലങ്ങളിലുമുള്ള ശക്തിപ്പെടുത്തൽ, മനുഷ്യന് ഉത്തമമായ ഒരു തൊഴിൽ നേടാനുള്ള കഴിവ് നൽകൽ, മനുഷ്യൻ്റെ ധാർമ്മികമായ പുരോഗതി, മനുഷ്യനിലുള്ള സംഘബോധത്തെ വളർത്തൽ എന്നിങ്ങനെ വിദ്യാഭ്യാസം ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ നിരവധിയാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, ലോകത്തെ സംബന്ധിച്ചിടത്തോളം 10 പ്രധാനപ്പെട്ട നന്മകൾ വിദ്യാഭ്യാസം ഒരു കുട്ടിയിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം അവനവനെ അറിയുക എന്നതാണ്. ഞാനൊരു മനുഷ്യനാണ് എന്ന തിരിച്ചറിവ് നേടലാണ്. എൻ്റെ ബാധ്യതകൾ എന്ത് എന്നത് ഉൾക്കൊള്ളാൻ സാധിക്കലാണ്. അതോടൊപ്പം തന്നെ രണ്ടാമതായി മനുഷ്യനിൽ മറ്റുള്ളവരെ സംബന്ധിക്കുന്ന എമ്പതിയെ, മനുഷ്യനിൽ മറ്റുള്ളവരെ സംബന്ധിക്കുന്ന ദീനാനുകമ്പയെ, മറ്റുള്ളവരെ സംബന്ധിക്കുന്ന കാരുണ്യബോധത്തെ വളർത്തിയെടുക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെ ക്രിയേറ്റീവായി കൊണ്ട് കാര്യങ്ങളെ ചിന്തിക്കാനും ക്രിട്ടിക്കലായി കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും തൻ്റെ മുൻപിൽ വരുന്ന ഏതു പ്രശ്നങ്ങളെയും ബുദ്ധിപരമായി പരിഹരിക്കാനും
പഠിക്കാനും ഏതേത് സന്ദർഭത്തിലും ആവശ്യമായ തീരുമാനങ്ങൾ കൃത്യമായി എടുക്കാനും മനസ്സംഘർഷങ്ങളെ സ്വബോധത്തോടുകൂടി നേരിടാനും അതേപ്രകാരം തന്നെ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയുമെല്ലാം മനസ്സിൻ്റെ സമനില നഷ്ടപ്പെട്ടു പോകാതെ നേരിടാനുമുള്ള ശക്തി മനുഷ്യന് നൽകുന്നത് വിദ്യാഭ്യാസമാണ്. അതോടൊപ്പം തന്നെ ആശയവിനിമയത്തിൻ്റെ കാര്യത്തിൽ അതിപ്രാധാന്യം വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. തനിക്ക് സാധ്യമാകുന്ന കാര്യങ്ങളെ അതെ എന്നോ അല്ല എന്നോ പറയാനുള്ള അസർട്ടീവ്നെസ് അത് മനുഷ്യന് നൽകുന്നതും വിദ്യാഭ്യാസമാണ്. ചുരുക്കത്തിൽ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് എന്തോ അതാണ് യഥാർത്ഥമായ അറിവ് എന്നത്. ഈ വിഷയത്തിൽ ഇസ്ലാം വളരെ കൃത്യമായി ചില കാര്യങ്ങൾ മനുഷ്യരുടെ മുന്നിൽ വെക്കുകയാണ്. ഒന്ന്, ഒരാളെല്ലാം അറിഞ്ഞു പക്ഷെ അടിസ്ഥാനപരമായ അറിവ് അയാൾക്കില്ല എങ്കിൽ ആ അറിവ് കൊണ്ട് എന്തു പ്രയോജനമാണുള്ളത്? ഏതാണ് ഏറ്റവും അടിസ്ഥാനപരമായ അറിവ്? 3-ാമത്തെ അധ്യായം 190, 191 വചനങ്ങളിലൂടെ മനുഷ്യരുടെ മുമ്പിൽ ലോകത്തിന്റെ സൃഷ്ടാവ് ആ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ്. തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലുമെല്ലാം തീർച്ചയായും ചിന്തിക്കുന്ന ആളുകൾക്ക് ചില പാഠങ്ങളുണ്ട്, ചില ചിന്തനീയമായ വസ്തുതകളുണ്ട്. ആരാണ് ആ ചിന്തിക്കുന്ന ആളുകൾ? ആരാണ് ആ വിജയികളായ ആളുകൾ? അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിച്ച് ഇവിടുത്തെ അത്ഭുതങ്ങളെ നോക്കിക്കണ്ടുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ഈ ലോകത്തെ സംവിധാനങ്ങളെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞു മനസ്സിലാക്കുമ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പ്രതികരണമുണ്ട്. ഈ പ്രപഞ്ചം സ്വയംഭൂവായി എന്നതല്ല, ഈ പ്രപഞ്ചത്തിലെ എല്ലാം യാദൃച്ഛികമായി സംഭവിക്കുന്നു എന്നതല്ല, മറിച്ച് ബുദ്ധിയുള്ള വിവേകമുള്ള മനുഷ്യന്റെ അന്തരംഗത്ത് നിന്ന് ഉണ്ടാകുന്ന പ്രതികരണം റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില, ഞങ്ങളുടെ നാഥ നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല എന്നതാണ്. അങ്ങനെ ആത്യന്തികമായ അടിസ്ഥാനപരമായ അറിവ് സൃഷ്ടാവിനെ കണ്ടെത്തലാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ആ നാഥനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവന് വെളിച്ചം ആവശ്യമാണ്, വഴി ആവശ്യമാണ്. അതെവിടെ നിന്ന് ലഭിക്കും? അത് മനുഷ്യന് നൽകി അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ. അതുകൊണ്ട് നിങ്ങളുടെ അറിവിൽ ഏറ്റവും പ്രധാനം ഏതാണ്? നിങ്ങളുടെ അധ്യാപന പ്രക്രിയ ഏതിനെ ഊന്നി നിന്നുകൊണ്ടാകണം? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. കാരണം മനുഷ്യന്റെ വൈകാരികമായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഖുർആൻ. മനുഷ്യന്റെ ബുദ്ധിപരമായി നേരിടുന്ന പ്രതിസന്ധികൾക്കുള്ള പരിഹാരമാണ് ഖുർആൻ. മനുഷ്യന്റെ കുടുംബ ജീവിത രംഗത്തെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഖുർആൻ. മനുഷ്യൻ നേരിടുന്ന സാമൂഹികമായ മുഴുവൻ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് ഖുർആൻ. അതുകൊണ്ട് അത് പഠിക്കലാണ്, അത് പഠിപ്പിക്കലാണ് അധ്യയന പ്രക്രിയയിലും അധ്യാപന പ്രക്രിയയിലും ഏറ്റവും മഹത്തരമായ കാര്യം. അതോടൊപ്പം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സന്തതികൾ ഉണ്ടാകും. പ്രകൃതിപരമായി മനുഷ്യൻ അള്ളാഹു നൽകിയ ഒരു കഴിവിൻ്റെ ഭാഗമാണത്. ആ കുടുംബ ജീവിതത്തിൽ നിങ്ങൾക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും പ്രധാനമായ ദൗത്യം എന്താണ്? മക്കൾ അത് ഏറ്റവും വലിയൊരു സമ്പാദ്യമാണ്. വിശുദ്ധ ഖുർആൻ 64-ാമത്തെ അധ്യായം 14-ാമത്തെ വചനത്തിലൂടെ അത് വളരെ കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. പക്ഷേ ആ ഇണകളും സന്തതികളിലും നിങ്ങൾക്ക് പരീക്ഷണമുണ്ട്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് നിങ്ങൾ ജാഗരൂകരാകണമെന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം എന്നത് 3 അടിസ്ഥാന ലക്ഷ്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടുള്ളതാണ്. തഅലീമ്, തദ്രീബ്, തസ്കിയത്ത് എന്നതാണ് ആ 3 തലം. തഅലീമിലൂടെ തദ്രീബ് നടക്കണം, അഥവാ എഡ്യൂക്കേഷനിലൂടെ ലേണിംഗ് നടക്കണം, ട്രെയിനിങ് നടക്കണം. അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? തസ്കിയത്താണ്, സംസ്കാരമുള്ളവനാണ്. ഏറെ അറിവ് നേടിയിട്ടും മാതാപിതാക്കളോടുള്ള ബാധ്യതകളെക്കുറിച്ച് അവൻ അറിവില്ലെങ്കിൽ, വൃദ്ധരായ മാതാപിതാക്കളെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ വൃദ്ധസദനങ്ങളിൽ പറഞ്ഞയക്കുന്ന ഉന്നത സർട്ടിഫിക്കറ്റുള്ള മകന്റെ വിദ്യാഭ്യാസം അത് പൂർണ്ണമായിട്ടില്ല, അത് ലക്ഷ്യം കണ്ടിട്ടില്ല. തൻ്റെ കുടുംബക്കാരോടുള്ള, സമൂഹത്തോടുള്ള, തന്നെ താനാക്കിയ നാട്ടുകാരോടുള്ള ബാധ്യതകളെക്കുറിച്ചുള്ള ബോധം ഒരു മനുഷ്യന്റെ മനസ്സിലില്ല എങ്കിൽ, അവന്റെ ഹൃദയം സംസ്കരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, ഏറ്റവും അടിസ്ഥാനപരമായ
അടിസ്ഥാനപരമായി ജീവിതത്തിന്റെ ഏത് സ്വകാര്യതകളിലും എല്ലാം കാണുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, ഉണ്ണാത്ത ഉറങ്ങാത്ത മയങ്ങാത്ത ആദിയില്ലാത്ത അന്ത്യമില്ലാത്ത ആ നാഥനെ കുറിച്ചുള്ള സൂക്ഷ്മതാബോധം ഹൃദയത്തിലേക്ക് പകർത്തപ്പെട്ടിട്ടില്ലെങ്കിൽ അവന്റെ അറിവ് നിഷ്ഫലമാണ്. മക്കൾ എന്ന അള്ളാഹു നൽകിയിട്ടുള്ള അതിയായ സൗഭാഗ്യം അവർക്കറിവ് നൽകിയാൽ, അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മദ്രസ വിദ്യാഭ്യാസം നൽകിയാൽ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം രണ്ട് ലോകത്തുമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നർ റജുല ലതുർഫഉ ദറജതഹു ഫിൽ ജന്ന ഫയഖൂൽ അന്നി ഹാദാ ഫയുഖാൽ ബിസ്തിഗ്ഫാരി വലദിക ലക. ഒരു മനുഷ്യൻ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ അവന് സൗഭാഗ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, അവന് സ്വർഗ്ഗത്തിലെ പദവികൾ ഉയർത്തപ്പെടും. ആ സമയത്ത് അവൻ റബ്ബിനോട് ചോദിക്കും, എന്താണിത്, എന്താണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ മറുപടി, നിന്റെ മക്കൾ നിനക്ക് വേണ്ടി നടത്തുന്ന ഇസ്തിഗ്ഫാറിന്റെ ഫലമായിട്ടാണ് നിനക്ക് ഈ പദവി ഉയർത്തപ്പെടുന്നത്. സഹോദരങ്ങളെ, നീറ്റ് പരീക്ഷ അവർ എഴുതണം, അതുപോലെ അവർ ജയ് പരീക്ഷ എഴുതണം, ഉന്നതമായ പ്രൊഫഷണലുകളിൽ അവർ എത്തിച്ചേരണം. പക്ഷേ നമ്മൾ മരണപ്പെട്ട ശേഷം നമ്മുടെ കബറിടത്തിന് സമീപം വന്നുകൊണ്ട് മരണപ്പെട്ടു പോയ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സവർക്കില്ലെങ്കിൽ, നമസ്കാര ശേഷവും അല്ലാത്ത സന്ദർഭങ്ങളിലും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സവർക്കില്ലെങ്കിൽ, നാം അവർക്ക് വേണ്ടി ചെലവഴിച്ച ലക്ഷക്കണക്കിന് ക്യാപിറ്റേഷൻ ഫീസ് കൊണ്ട്, ലക്ഷക്കണക്കിന് രൂപ കൊണ്ട്, ഹോസ്റ്റൽ ഫീസ് കൊണ്ട്, പഠന ചിലവ് കൊണ്ട് നമുക്കെന്ത് പ്രയോജനമാണ് ഉണ്ടായിത്തീരുക? അതുകൊണ്ട് മദ്രസ വിദ്യാഭ്യാസം, മതപരമായ വിദ്യാഭ്യാസം ഏറ്റവും അടിസ്ഥാനപരമായി പരിഗണിക്കപ്പെടേണ്ടതാണ്. ഇന്നിന്റെ സാഹചര്യത്തിൽ ആ വിഷയം കൂടുതൽ വിശദീകരിക്കേണ്ടുന്ന ആവശ്യമില്ല. ഭൗതിക വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളവും മുസ്ലിം സമൂഹത്തിന് ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ട്. അജ്ഞതയുടെ അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന ഒരു ജനസമൂഹത്തിലേക്ക് ഇഖ്റ എന്ന് പഠിപ്പിച്ചുകൊണ്ട് മാറ്റമുണ്ടാക്കിയ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ മനുഷ്യരെ സംസ്കരിച്ചു. തുല്യതയില്ലാത്ത ധാർമ്മികതയുടെ മാതൃകകളായ ഒരു ജനസമൂഹത്തെ 23 വർഷക്കാലമെന്ന നിസ്സാരമായ ഒരു കാലഘട്ടം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ, ലോകത്തിന്റെ മുമ്പിൽ വളർത്തിയെടുക്കാൻ വിശുദ്ധ ഖുർആനിന് സാധിച്ചു. പക്ഷേ ആധുനിക മുസ്ലിം സമൂഹം പിറകോട്ട് പോയി. എന്തുകൊണ്ട് എന്നത് നാം പരിശോധിക്കേണ്ടുന്നതാണ്. റോമിനെ കീഴടക്കിയ, പേർഷ്യയെ കീഴടക്കിയ ദിഗന്ധങ്ങളിലേക്ക് വിജ്ഞാനത്തിന്റെ കൈത്തിരിയുമായി കടന്നു ചെന്ന ഒരു പൂർവ്വ തലമുറയുടെ അനന്തരാവകാശികൾ എന്തുകൊണ്ട് ഒബീസിയായി തീർന്നു, എന്തുകൊണ്ട് പിന്നോക്കമായി തീർന്നു? ഗൗരവതരമായ ചിന്ത ആവശ്യമാണ്. ഒന്ന്, അള്ളാഹുവിന്റെ കലാമിനെ നാം കൈവിട്ടു. രണ്ട്, വിശുദ്ധ ഖുർആന്റെ മാതൃകയായ പ്രവാചകന്റെ അധ്യാപനങ്ങളെ നാം കൈവിട്ടു. മൂന്ന്, ഭൗതികമായ ജ്ഞാനത്തിൻ്റെതായ മേഖലകൾ, പ്രവിശാലമായ അറിവിന്റെ മേഖലകൾ, അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് നിസ്സാരമായ സുഖങ്ങളുടെയും നേട്ടങ്ങളുടെയും പിറകെ പോകുന്ന അവസ്ഥ ഈ ഉമ്മത്തിനുണ്ടായി തീർന്നു. നമുക്കറിയാം, 2005 കേന്ദ്ര ഗവൺമെന്റ്, അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയെക്കുറിച്ച്, തൊഴിൽ മേഖലയിലെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠനം നടത്താൻ വേണ്ടി ഒരു കമ്മീഷനെ ഏൽപ്പിച്ചു. 2006 നവംബർ 30 രവീന്ദർ സച്ചാറിന്റെ നേതൃത്വത്തിലുള്ള ആ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ഇന്ത്യയിലെ മുസ്ലിം പോപ്പുലേഷൻ 14% ആ 14%-ൽ ഉദ്യോഗ തലത്തിൽ 2.5% മാത്രമാണ് മുസ്ലിം പ്രാതിനിധ്യം എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കിയത്. 6 വയസ്സിന്റെയും 14 വയസ്സിന്റെയും ഇടയിലുള്ള 25% മുസ്ലിം കുട്ടികളും ഒന്നുകിൽ തീരെ സ്കൂളിൽ പോകാത്തവരോ അല്ലെങ്കിൽ ഡ്രോപ്പ് ഔട്ട്സോ, പഠനം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് വിദ്യാലയത്തിൽ നിന്ന് പഠനം നിർത്തി പുറത്തുപോയവരോ ആണ് എന്നാണ് ആ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഡിഗ്രി തലത്തിൽ ഇന്ത്യയിലെ മുസ്ലിം വിദ്യാർത്ഥികളുടെ പ്രാതിനിധ്യം 25-1 എന്ന നിലക്കാണ്. എങ്കിൽ അത് PG തലത്തിലെത്തുമ്പോഴേക്കും 50-1 എന്ന നിലക്ക് മാത്രമാണ് എന്നാണ് സച്ചാർ കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ടിൻ്റെ ഭാഗമായി വ്യക്തമാക്കിയിട്ടുള്ളത്. സഹോദരങ്ങളെ, സമുദായം ഈ രംഗത്ത് ഇനിയും ഉണരേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ആധുനിക
സാമ്പത്തികമായ കാലഘട്ടം നമുക്കറിയാം. കുറേയൊക്കെ രക്ഷിതാക്കൾ ഗൗരവത്തോടുകൂടി ചിന്തിച്ചു കൊണ്ടിരിക്കുകയും മക്കളുടെ പഠനത്തെ സംബന്ധിച്ച് ഗൗരവപരമായ ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ്. ഇവിടെയും ശ്രദ്ധിക്കേണ്ടുന്ന ചില തലങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ മക്കൾക്ക് കൃത്യമായ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ, ലക്ഷ്യം വ്യക്തമാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ആ ലക്ഷ്യമെന്നത് 3 തലങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാകണം. ഒന്ന്, അവരുടെ ലൈഫ് ഗോൾ, ജീവിതത്തിൻ്റെ ലക്ഷ്യം. ശരിയും തെറ്റുമുള്ള, ധർമ്മവും അധർമ്മവുമുള്ള ഈ ലോകത്തെ ജീവിതം മരണത്തോടുകൂടി അവസാനിച്ചു പോകുന്നതല്ല, മറിച്ച് ആത്യന്തികമായ മനുഷ്യന് നന്മതിന്മകൾ വേർതിരിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചവന് സ്വർഗവും അല്ലാത്തവർക്ക് നരകവും നൽകുന്ന ഒരു പരലോകമുണ്ട് എന്നത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. ഭൗതികമായ എത്ര അറിവൊരു മനുഷ്യൻ നേടിയിട്ടും ഈ യാഥാർത്ഥ്യം അവൻ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ്റെ വിദ്യാഭ്യാസം നിഷ്ഫലമാണ്. അതുകൊണ്ട് ഗോൾ സെറ്റിങ്ങിൽ നമ്മുടെ മക്കൾക്കൊന്നാമതായി നാം പകർന്നു നൽകേണ്ടുന്നത് ലൈഫ് ഗോളാണ്, ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള പാഠമാണ്. രണ്ടാമത്തേത് അവരുടെ അക്കാദമിക് ഗോളാണ്. മുസ്ലിം സൊസൈറ്റിയിലെ ഒരംഗമെന്നുള്ള നിലക്ക് ഈ സമുദായത്തിന് എനിക്കേറിയ സേവനങ്ങൾ നൽകാനുണ്ട്. എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ സമൂഹത്തിനും വലിയ പങ്ക് എൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കേണ്ടതുണ്ട്. അതിന് എൻ്റെ പ്രൊഫൈൽ ഉന്നതമായിരിക്കണം, എൻ്റെ അക്കാദമികമായ തലം വളരെ ഉയർന്നതാകണം, കാലത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാനുള്ള അറിവും ശക്തിയും എനിക്ക് ലഭിക്കണം. അതുകൊണ്ട് അക്കാദമികമായ ഒരു ഗോൾ അത് ചെറുപ്രായത്തിലെ മനസ്സിൽ രൂപപ്പെടുത്താൻ നമ്മുടെ മക്കൾക്ക് നാം പരിശീലനം നൽകണം. മൂന്നാമത്തേത് അവരുടെ കരിയർ ഗോളാണ്. മത്സര്യത്തിൻ്റെ ഈ ലോകത്ത് ഞാൻ തെരഞ്ഞെടുക്കേണ്ടുന്ന ജോലി ഏതാകണം, എൻ്റെ പ്രബോധന പ്രവർത്തനത്തിന് തടസ്സം വരാത്ത, എൻ്റെ മതപരമായ ജീവിതത്തിന് തടസ്സം വരാത്ത, എൻ്റെ വിശുദ്ധമായ ജീവിതത്തിന് ഒരിക്കലും വിഘാതം വരാത്ത, ഈ സമൂഹത്തിന് വേണ്ടി എനിക്കൊരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കുന്ന, എന്നിലുള്ള സ്കില്ലുകളെ അതിനെ പോളിഷ് ചെയ്ത് എനിക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന കരിയർ ഏതാണ്, അത് മാതാപിതാക്കൾ നിർബന്ധം ചെലുത്തിക്കൊണ്ട് ബോധ്യപ്പെടുത്തേണ്ടതല്ല. അത് തിരിച്ചറിയാനുള്ള പരിശീലനം നമ്മുടെ മക്കൾക്ക് നൽകണം. അതോടൊപ്പം കുട്ടിയുടെ നൈപുണികൾ ഏതാണ്, സ്കില്ലുകൾ ഏതാണ്, അഭിരുചികൾ ഏതാണ്, ആപ്റ്റിറ്റ്യൂഡുകൾ ഏതാണ്, അത് പരിഗണിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ വഴി കാണിച്ചു കൊടുത്ത് ഒരു ഗൈഡായി, ഒരു മെന്ററായി രക്ഷിതാവ് കൂടെ ഉണ്ടാകണം. ആധുനിക വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഏറെ പരാമർശിക്കപ്പെടുന്ന ഒരു പ്രയോഗമാണ് മെന്റർ എന്നുള്ളത്. കൂടെ നിന്ന്, മുന്നിലല്ല പിന്നിലല്ല, മറിച്ച് കൂടെ നിന്നുകൊണ്ട് കുട്ടിയെ ശരിയായ വഴിയിലേക്ക് നയിക്കുക എന്നത്. രക്ഷിതാക്കൾ ഇന്ന് ഗൗരവത്തോടുകൂടി കാണേണ്ടുന്ന ഒരു കാര്യം, നീറ്റ് എന്ന് പറയുന്നത് ഒരേക സ്വപ്ന വഴിയല്ല. ഡോക്ടർ ആകണമെന്നൊരു ചിന്ത മാത്രം, അതിനു വേണ്ടി വർഷങ്ങൾ പലപ്പോഴും വിനിയോഗിച്ച് അവസാനം കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ നിരാശപ്പെട്ടുകൊണ്ട് പിന്മാറുന്നൊരവസ്ഥ. അതിനപ്പുറത്തുള്ള വഴികളെ സംബന്ധിച്ച് നമ്മുടെ മക്കൾക്ക് ബോധമുണ്ടാകണം. ഇന്ന് വലിയ ഏറെ നമ്മുടെ സമൂഹത്തിലെ ഗൗരവതരമായൊരു വിഷയമാണ് വിദേശത്തുള്ള പഠനം എന്നുള്ളത്. പുതിയ തലമുറ ഏറെ സ്വപ്നങ്ങളാണ് ആ കാര്യത്തിൽ വെച്ചു പുലർത്തുന്നത്. UK-യിൽ പോകണം, US-ൽ പോകണം, ജർമ്മനിയിൽ പോകണം. പഠിച്ചു വരുന്ന ഏതൊരു കുട്ടിയുടെയും മനസ്സിലുള്ള താല്പര്യങ്ങൾ അങ്ങനെയാണ്. നമുക്കവരെ കുറ്റം പറയുക സാധ്യമല്ല. കാരണം ലക്ഷക്കണക്കിന് രൂപ മുടക്കി രാപ്പകൽ പണിയെടുത്ത് അധ്വാനിച്ച് പഠിച്ചൊരു വിദ്യാർത്ഥി മാസത്തിൽ 10,000-നും 12,000-നും ഇവിടുത്തെ പൊതു മാർക്കറ്റിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ. ഒരു ഡോക്ടറുടെ ശമ്പളം പോലും, ഒരു എഞ്ചിനീയറുടെ, ഒരു ആർക്കിടെക്റ്റിന്റെ ശമ്പളം പോലും ആ വിധത്തിലാകുന്ന ഒരു സാമൂഹിക ക്രമം മുമ്പിൽ കാണുമ്പോൾ നമ്മുടെ പുതിയ തലമുറ അങ്ങനെ ചിന്തിച്ചു പോകുന്നതിൽ നമുക്കവരെ കുറ്റപ്പെടുത്തുക സാധ്യമല്ല. പക്ഷേ ഇതൊരു സാമൂഹിക പ്രശ്നമായി ഇന്ന് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. വിദേശത്തു പഠിച്ചെങ്കിലേ വിദ്യാഭ്യാസമാകുള്ളൂ എന്ന് കാണുന്ന, അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നീട് അവിടെ തന്നെ സ്ഥിരതാമസമാക്കി കളയുന്ന അങ്ങനെ ഒരു ബ്രെയിൻ ഡ്രെയിൻ നമ്മുടെ രാജ്യം നേരിടേണ്ടി വരുന്ന ഒരവസ്ഥയിലാണ് ഇന്നത്തെ സാമൂഹിക പ്രശ്നങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കുട്ടികൾ വിദേശ പഠനവുമായി ബന്ധപ്പെട്ട് നേരിട്ട് കൊണ്ടിരിക്കുന്ന നിയമപരമായ പ്രശ്നങ്ങൾ നിരവധിയാണ്. അതേ പ്രകാരം തന്നെ നിലവാരമില്ലാത്ത സ്ഥാപനങ്ങളിൽ അവർ ചെന്നുപെടുന്നു എന്നുള്ളത്. കുട്ടികളെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നത് ഒരു ബിസിനസ്സായി ഏറ്റെടുത്തിരിക്കുന്ന ഏജൻസികൾ കൂണുപോലെ പൊട്ടിമുളക്കുന്നു എന്നുള്ളത്. അതേ പ്രകാരം തന്നെ ലക്ഷക്കണക്കിന് രൂപ ചെലവ്
ചെലവഴിച്ച് കോഴ്സ് കഴിഞ്ഞാലും ഇവിടെ വന്നാൽ നേരിടേണ്ടി വരുന്ന ജോലി പ്രശ്നങ്ങൾ, മക്കളെ വിദേശത്ത് പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രക്ഷിതാക്കൾക്കുണ്ടാകുന്ന വലിയ കടബാധ്യതകൾ, ഇതെല്ലാം ഇന്ന് ഈ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ജ്വരം ഒരു അപകടമാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. പണ്ടുണ്ടായിരുന്ന പോലെ വിദേശ സർവകലാശാലകളിൽ നമ്മുടെ മക്കൾ എത്തണം, വിദേശത്തുള്ള ജോലിയിൽ അവർ എത്തണം, പക്ഷേ കടൽ കടന്നെങ്കിൽ മാത്രമേ വിദ്യാഭ്യാസമാകുള്ളൂ എന്ന് ചിന്തിക്കുന്നൊരവസ്ഥ അത് തീർച്ചയായും സമുദായത്തിനും ഈ രാജ്യത്തിനും ദുരന്തം വരുത്തി വെക്കുമെന്നത് ഗൗരവത്തോടെ കൂടി നാം കാണേണ്ടതാണ്. ഇതേ പ്രകാരം തന്നെ ഇന്ന് നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത, അന്യരാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റങ്ങൾക്ക് എതിരായിക്കൊണ്ടുള്ള ഒരു കുടിയേറ്റ വിരുദ്ധ വികാരം പല രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് വലതുപക്ഷ സമീപനം ഉള്ള ഭരണാധികാരികൾ അധികാരം കൈയാളിക്കൊണ്ടിരിക്കുന്നു ബഹുഭൂരിഭാഗം രാജ്യങ്ങളിലും എന്നതുകൊണ്ട് അതൊരു പ്രശ്നമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. വിദേശ MBBS നേടിയ വിദ്യാർത്ഥികൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന, തിരിച്ചിവിടെ വന്നാൽ അവർക്ക് നേരിടേണ്ടി വരുന്ന പരീക്ഷകൾ, അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങൾ, ഭീമമായ കടബാധ്യത, നിയമപരമായ പ്രശ്നങ്ങൾ, വർഷങ്ങളുടെ നഷ്ടം, മാനസികമായ സംഘർഷം, ഇതെല്ലാം കുട്ടികൾ നേരിടേണ്ടി വരുന്നു. ഇവിടെ നമ്മുടെ മുമ്പിൽ ഈ വിധത്തിലുള്ള വിദേശ പഠനമല്ലാത്ത നാട്ടിൽ തന്നെ എത്രയെത്ര പരീക്ഷകളുണ്ട്. ഈ സ്ക്രീനിൽ കാണുന്ന നിരവധി വരുന്ന പരീക്ഷകൾ നിങ്ങൾക്ക് ഏറെ പരിചയമുള്ളതായിരിക്കും. അതുപോലെ തന്നെ എത്രയെത്ര സ്ഥാപനങ്ങൾ, നൂറുകണക്കിന് വരുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ വളരെയേറെ നിലവാരമുള്ള സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ ഗൗരവത്തോടു കൂടി കാണേണ്ടുന്ന മറ്റൊരു കാര്യം, ഇന്ത്യയിലെ IIT-യുടെ പ്രവേശനം പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ അതിൽ മലയാളികളുടെ പ്രാതിനിധ്യം 1% മാത്രമാണ് എന്നാണ് കണക്കുകൾ വ്യക്തമായത്. അഥവാ 16,614 പേര് IIT-യിൽ ഇക്കഴിഞ്ഞ വർഷം അഡ്മിഷൻ എടുത്തപ്പോൾ മലയാളി 181 പേർ മാത്രമാണ്, 1.08%. ഡൽഹി കോളേജുകളിൽ കേരള സിലബസ് പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം 4-1 ചുരുങ്ങിയെന്നാണ് ഈ അടുത്ത കാലത്തെ കണക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മലയാളി വിദേശ പഠനം എന്നതിൻ്റെ പിറകെ പോയിക്കൊണ്ടിരിക്കുന്നു, നാട്ടിലേറെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും. അതേ പ്രകാരം തന്നെ കരിയർ ഭ്രാന്ത് നമ്മുടെ കുട്ടികളെ ഇന്ന് പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാന കാരണം രക്ഷിതാക്കൾ അമിതമായ പ്രതീക്ഷകൾ മക്കളിൽ വെച്ചു പുലർത്തുന്നു എന്നാണ്. എല്ലാ വിഷയത്തിലും A+ കിട്ടണം, A+ കിട്ടിയാൽ പിന്നീട് എൻട്രൻസ് കോച്ചിങ്ങിന് പോകണം, ആദ്യത്തെ പലതവണ കിട്ടിയിട്ടില്ലെങ്കിലും റിപ്പീറ്റ് ചെയ്യണം, നിന്റെ മുമ്പിൽ ഡോക്ടർ എന്നൊരു വഴിയല്ലാതെ മറ്റൊന്നുമില്ല എന്ന നിലക്കുള്ള അമിത പ്രതീക്ഷകൾ മക്കൾക്ക് നൽകി അവരെ സമ്മർദ്ദത്തിലാക്കുന്ന രക്ഷിതാക്കൾ. അതിനു പകരം കുട്ടിയുടെ നൈപുണികളെ തിരിച്ചറിഞ്ഞ്, വാസനകളെ തിരിച്ചറിഞ്ഞ്, കഴിവുകളെ തിരിച്ചറിഞ്ഞ് വഴി തിരിച്ചുവിടുക എന്നതായിരിക്കണം നമ്മുടെ ഉത്തരവാദിത്വം. അതിന് കൃത്യമായൊരു കാഴ്ചപ്പാട് നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകൽ ആവശ്യം. പ്രസിദ്ധീകരണങ്ങളിൽ വരുന്ന വിദ്യാഭ്യാസം പേജ് നിർബന്ധമായി നമ്മുടെ കുട്ടികൾ വായിക്കണം. സാധ്യതകൾ കുട്ടികൾക്ക് കൃത്യമായി പരിചയപ്പെടുത്തണം. ഏതൊക്കെ കോഴ്സുകളുണ്ട്, അതിന് ഇന്നിൻ്റെ പ്രസന്റ് സിറ്റുവേഷനിൽ അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് അവർ തിരിച്ചറിയണം. പുതിയ കാലത്തെ കരിയറുകളെ കുറിച്ച് 25 വർഷം മുമ്പുള്ള ഒരു കരിയർ ഗൈഡ് വെച്ച് പഠിച്ചാൽ, അല്ല അതുപയോഗിച്ച് കാര്യം മനസ്സിലാക്കിയാൽ ഇന്നത്തെ തൊഴിൽ മേഖലയിൽ ഒരുപക്ഷെ സാധ്യതകൾ ഉണ്ടാകില്ല. അതുകൊണ്ട് പുതിയ കാലത്തെ കരിയറുകളെ കുറിച്ചുള്ള കൃത്യമായൊരു ബോധം അവർക്കുണ്ടാകണം. കുട്ടികളുടെ സ്കില്ലിൽ നമ്മൾ ശ്രദ്ധ നൽകണം, അവരുടെ പാഷൻ കണ്ടെത്തണം. നാട്ടിലുള്ള വിവിധ തരത്തിലുള്ള മത്സര പരീക്ഷകൾ പ്രൈമറി തലം മുതൽ തന്നെ NMMS പോലെ, LSS USS പോലെ, ഒളിമ്പ്യാഡ്സ് പോലെയുള്ള മത്സര പരീക്ഷകളിൽ നമ്മുടെ മക്കളുടെ സാന്നിധ്യമുണ്ടാകണം. അങ്ങനെ തൻ്റെ കഴിവുകളെ മാറ്റുരച്ചുകൊണ്ട് മത്സരത്തിൻ്റെ ലോകത്ത് അവർ മുന്നേറുമ്പോൾ ഇസ്ലാമികമായ മാർഗദർശനവും അതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ രംഗത്ത് ഏറ്റവും ഉന്നതിയിൽ അവരെത്തുന്നതിനാവശ്യമായിട്ടുള്ള പിന്തുണയുമാണ് കുടുംബത്തിൽ നിന്ന് ലഭിക്കേണ്ടത്, രക്ഷിതാക്കളിൽ നിന്ന് ലഭിക്കേണ്ടത്. അതോടൊപ്പം ഊന്നി പറയാനുള്ളൊരു കാര്യം, നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ടത് ജീവിക്കാൻ വേണ്ടിയാണ് ജോലി, ജീവിക്കാൻ വേണ്ടിയാണ് ജോലി.
തൊഴിൽ മഹത്വമുള്ളതാണ്. ഇസ്ലാം അതിനേറെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കാന സക്കരിയ അലൈഹിസ്സലാം നജ്ജാറൻ, സക്കരിയ അലൈഹിസ്സലാം ആശാരിപ്പണി എടുത്തിട്ട് ജീവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ദാവൂദ് അലൈഹിസ്സലാം വഅലന്നാ ലഹുൽ ഹദീദ്, ഇരുമ്പിനെ അർത്ഥവത്തമുള്ളതാക്കുന്നതിനുള്ള വിദ്യ നാം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു വ്യക്തമാക്കുന്നു. മഹാന്മാരായ പ്രവാചകന്മാരെല്ലാം തൊഴിലെടുത്ത് ജീവിച്ചവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം, അന്യരുടെ മുമ്പിൽ കൈനീട്ടുന്നതിനേക്കാൾ നിനക്കുത്തമം കാട്ടിൽ പോയി വിറക് വെട്ടി മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നതാണെന്നാണ്. തൊഴിൽ മഹത്വമുള്ളതാണ്. അത് ഏത് തൊഴിലുമാകട്ടെ, അത് മക്കളെ പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അന്യന്റെ മുമ്പിൽ കൈനീട്ടുന്നതിന് പകരം, ഏറെ പ്രായം ചെന്നാലും ഉപ്പയുടെ ആശ്രിതത്വത്തിൽ കഴിയുന്നതിന് പകരം, കൊച്ചു പ്രായം മുതലേ തന്നെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ത്രാണി മക്കൾക്ക് നൽകുക എന്നതാണ്. അതിന് തൊഴിലിൻ്റെ മഹത്വം, ഡിഗ്നിറ്റി ഓഫ് ലേബർ നമ്മൾ ഉയർത്തിപ്പിടിക്കണം. വിയർത്തവൻ്റെ വിശപ്പിന് സുഖമുണ്ട് എന്നൊരു ചൊല്ലുണ്ടല്ലോ. വിയർക്കുമ്പോഴാണ് ഭക്ഷണത്തിന് രുചി ഉണ്ടാവുക. അതുകൊണ്ട് ഏത് തൊഴിലും മഹത്തരമാണ് എന്ന പാഠം പഠിക്കുന്ന സന്ദർഭത്തിലും ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കാനുള്ള താല്പര്യം മക്കളിലേക്ക് നമ്മൾ നൽകണം. മറ്റൊന്ന് അവഗണിക്കപ്പെടുന്നത് ഇന്ന് കാർഷിക മേഖലയാണ്. ഞാൻ ചുരുക്കുകയാണ്. വിത്തിട്ടാലേ നട്ടാലേ നേട്ടമുള്ളൂ, മണ്ണ് വിറ്റ് പൊന്നു വാങ്ങരുത് എന്നൊക്കെ പഴമക്കാർ പറയാറുണ്ടായിരുന്നു. പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം കാർഷിക വൃത്തിയിൽ നിന്ന് അവർ അകന്നു പോകുന്ന ഒരവസ്ഥയാണ്. അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. വീട്ടിലുണ്ടെങ്കിൽ പറമ്പുണ്ടെങ്കിൽ പോലും വിത്തിടുക എന്നത്, വിത്ത് മുളപ്പിക്കുക എന്നത്, കൃഷിയിൽ ആനന്ദം കണ്ടെത്തുക എന്നത്, അതിനെ ജീവിതത്തിൻ്റെ ഒരു ഹോബിയായി അല്ലെങ്കിൽ ഒരു വരുമാനമായി സ്വീകരിക്കുക എന്നത് പുതിയ തലമുറക്ക് നമ്മൾ പരിചയപ്പെടുത്തൽ ആവശ്യമാണ്. അതുപോലെ തന്നെ കച്ചവടത്തിൻ്റെ മേഖല, വിശുദ്ധ ഖുർആൻ പരാമർശിച്ച മേഖലയാണ് തിജാറത്ത് എന്ന് പറയുന്നത്, ബിസിനസ് മേഖല. അവിടെ നമ്മുടെ മക്കൾ ഉണ്ടാകണം. ആ രംഗത്ത് അവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തണം. ആധുനികമായ വിവിധങ്ങളായ നിലക്കുള്ള ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ്റെ തത്വങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ആ മേഖലയിൽ നമ്മുടെ മക്കൾ ഉണ്ടാകണം. സ്വയം പര്യാപ്തത നേടുക എന്നതാണ്. അടിച്ചു പൊളിച്ചുള്ള ഒരു ജീവിതം ഇന്ന് പുതിയ തലമുറയുടെ താല്പര്യമാണ്. അതിന് ഉപ്പയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് മതി വരുന്നില്ല എന്ന് കാണുമ്പോൾ വളഞ്ഞ വഴികളെ സ്വീകരിക്കാൻ അവർ തയ്യാറാകും. കടം വാങ്ങാൻ അവർ തയ്യാറാകും. കടം വാങ്ങിയുണ്ടാൽ മനം വാടി വാഴാമെന്നാണ്. കടം വാങ്ങുന്ന ശീലം കൊച്ചു പ്രായത്തിലെ അവർ ശീലിച്ചു വന്നാൽ പിന്നീട് എത്ര വലിയ ജോലിയിലെത്തിയാലും ലോൺ എടുക്കുന്ന 10% വണ്ടി ലോൺ എടുത്ത് ആ ലോൺ വിട്ടാൻ 20% പലിശയുള്ള വേറൊരു ലോൺ വാങ്ങി ലക്ഷങ്ങൾ ശമ്പളമുണ്ടെങ്കിലും എന്നും കടക്കണിയിലാകുന്ന ഇന്ന് നമ്മൾ കാണുന്ന പല ഉദ്യോഗസ്ഥ പ്രമുഖരുടെയും അവസ്ഥ വന്നു ചേർന്നത് കൊച്ചുനാളുകളിൽ ഈ പരിശീലനം, ഈ തദ്രീബ്, ഈ തസ്കിയത്ത് അവർക്ക് കിട്ടാതെ പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് കടം വാങ്ങുന്ന ജീവിതത്തിൽ നിന്ന് അകന്നുകൊണ്ട് സ്വയം പര്യാപ്തത നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതെന്നു മുതൽ തുടങ്ങണം? കൊച്ചു പ്രായം മുതലേ. കൈകൊണ്ട് ഭക്ഷണം എടുത്ത് കഴിക്കാൻ പ്രായമാകുന്ന സന്ദർഭത്തിൽ തന്നെ അവരെ കൊണ്ട് സ്വയം ഭക്ഷണം കഴിപ്പിക്കണം. വസ്ത്രം അവർ സ്വയം ധരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകണം. ബ്രഷ് പിടിക്കാനുള്ള പ്രായമാകുമ്പോൾ ബ്രഷ് അവരുടെ കയ്യിൽ കൊടുക്കണം. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നെങ്കിലേ വളർന്നു വരുമ്പോൾ സ്വയം പര്യാപ്തതയുടെ തലത്തിലേക്ക് മക്കൾ എത്തുള്ളൂ. അല്ലെങ്കിൽ പെണ്ണ് കെട്ടിച്ചു കൊടുത്താൽ പോലും ഉപ്പ കൂടെ നിൽക്കേണ്ടുന്ന, ഉപ്പയുടെ സപ്പോർട്ട് വീണ്ടും ആവശ്യമായി വരുന്ന ഒരു വീടുണ്ടാക്കണമെങ്കിൽ അവിടെയും ഉപ്പക്ക് തലവേദന ഉണ്ടാക്കുന്ന വിധത്തിലേക്ക് നമ്മുടെ മക്കൾ മാറിപ്പോകും. കൊച്ചു പ്രായത്തിലെ ഈ സ്വയം പര്യാപ്തത നാം അവർക്ക് പകർന്നു കൊടുക്കുക. അതോടൊപ്പം ജോലിക്കു വേണ്ടിയല്ല ജീവിതം എന്ന അടിസ്ഥാനപരമായ പാഠം അവരെ പഠിപ്പിക്കുക. ഈ ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്, പരലോകത്ത് സ്വർഗമെന്ന ലക്ഷ്യം. ആ സ്വർഗം നേടാൻ വിശ്വാസ രംഗത്ത് ശുദ്ധീകരണം വേണം. സാമ്പത്തിക രംഗത്ത് ശുദ്ധമായ മാർഗത്തിലൂടെ നീങ്ങണം. ജീവിതത്തിൻ്റെ പെരുമാറ്റ മേഖലകളിൽ, അയൽപക്ക ബന്ധങ്ങളിൽ, ആദാന പ്രദാനങ്ങളിൽ, ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകളുണ്ടോ അവിടെയൊക്കെ ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന ആ നേരായ മാർഗം മുറുകെ പിടിക്കണമെന്ന ജീവിത ലക്ഷ്യം അവർക്ക് പകർന്നു കൊടുക്കുക. കുടുംബത്തിനൊരു ബജറ്റ് രൂപപ്പെടുത്തുക. എപ്പോഴും ഒരു മിച്ച ബജറ്റാകുന്ന വിധത്തിൽ കുടുംബത്തിൻ്റെ ബജറ്റ് ക്രമീകരിക്കാനുള്ള ചുമതല
കുടുംബിനികൾക്കാണ്. ഭർത്താവിൻ്റെ വരുമാനത്തിനനുസരിച്ച് വീട്ടിലെ ചിലവിനെ നിയന്ത്രിക്കുക, ഏത് സന്ദർഭത്തിലും അല്പം മിച്ചമുണ്ടാവുക. പഴയ വല്യുമ്മമാരുടെ പിടിയരിയുടെ സംസ്കാരം അതൊരു വലിയ പാഠമാണ്. ഓരോ ദിവസവും വെക്കാനുള്ള അരിയിൽ നിന്ന് ഒരു പിടി മാറ്റിവെക്കുന്ന ആ സമ്പാദ്യശീലം പുതിയ തലമുറക്ക് നഷ്ടപ്പെട്ടു പോയതാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, പുറത്തുനിന്നുള്ള ഭക്ഷണം, രാത്രിയും പുറത്തുനിന്നുള്ള ഭക്ഷണം. ഭർത്താവിൻ്റെ വരുമാനം നോക്കാതെ അടിച്ചു പൊളിച്ചു കുടുംബ ചെലവ് നടത്തുന്ന ഒരവസ്ഥ കുത്തുപാളയെടുക്കാൻ കുടുംബാന്തരീക്ഷത്തിൽ കാരണമാകും. അതുകൊണ്ട് ഒരു മിച്ച ബജറ്റ് കുടുംബത്തിനുണ്ടാകുക എന്നത് പ്രധാനമാണ്. അവിടെ കുടുംബിനികൾക്ക് വലിയ റോളുണ്ട്. അതേ പ്രകാരം പ്ലാനിങ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. വൺ ഹൂ ഫെയിൽസ് ടു പ്ലാൻ ഈസ് പ്ലാനിങ് ടു ഫെയിൽ എന്നാണ്. ഏത് കാര്യത്തിലും പ്ലാൻ ചെയ്യാൻ പരാജയപ്പെട്ടാൽ നമ്മൾ പരാജയപ്പെടാൻ പ്ലാൻ ചെയ്യുന്നു എന്നാണ്. കൃത്യമായൊരു പ്ലാനിങ് കുടുംബത്തിൻ്റെ കാര്യത്തിൽ, കുടുംബത്തിൻ്റെ വിശ്വാസ അനുഷ്ഠാന മുറകളുടെ കാര്യത്തിൽ, ഇബാദത്തുകളുടെ കാര്യത്തിൽ, പഠനത്തിൻ്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, സമ്പത്ത് സമാഹരിക്കുന്ന കാര്യത്തിൽ, ചെലവഴിക്കുന്ന കാര്യത്തിൽ, എല്ലാത്തിലും കൃത്യമായൊരു പ്ലാന് നമുക്കുണ്ടാകട്ടെ. അങ്ങനെ പരലോകത്തിന് പ്രാമുഖ്യം കൽപ്പിച്ച് ഈ ലോകം ഇത് അവസാനിച്ചു പോകുന്നതാണ്. എത്ര വലിയ ഉദ്യോഗസ്ഥനായി വാണരുളിയാലും 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞു വെക്കപ്പെട്ട് ആളുകൾ പിന്നിൽ നിന്നുകൊണ്ട് നമസ്കരിക്കുന്ന ഒരു ദിനം വരാനുണ്ട്. എത്ര അധികാരം വാണരുളിയവനാണെങ്കിലും ശരി, ഒരു തുണ്ടും കൊണ്ടുപോകാതെ ഒടിഞ്ഞ കൈകളുമായി യാത്രയാകുന്നൊരു ദിവസമുണ്ട്. ആ ദിവസമാണ് പ്രധാനം. അതിനു പകരം ഉദ്യോഗസ്ഥനായി മാറിയാൽ കൈക്കൂലി വാങ്ങുന്നവനായി നീ മാറരുത്. ഉന്നതമായ അധികാരം നിനക്കുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് തിന്മ ചെയ്യുന്നവനായി നീ മാറരുത്. ദുനിയാവിന് അമിതമായ പ്രാമുഖ്യം നൽകുന്നവനായി നീ മാറരുത്. ഇന്ന ഹഉലാഇ യുഹിബ്ബൂനൽ ആജില വയദറൂന വറാഅഹും യൗമൻ സഖീല. വിശുദ്ധ ഖുർആൻ 76-ാമത്തെ അധ്യായം 27-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നു. എന്താണ് ഈ ആളുകളുടെ അവസ്ഥ? അവർ ആജിലത്തിന്, പെട്ടെന്നുള്ളതിന് അഥവാ കൺമുമ്പിലുള്ളതിന്, അതിന് അവർ ധൃതി കാണിക്കുകയും ശേഷം വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതിഭാരിച്ചതായ ആ ദിനത്തെ അവഗണിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കൃത്യമായൊരു കാഴ്ചപ്പാട്, ഈ ജീവിതം എന്തിന്, ഞാൻ എവിടുന്ന് വന്നു, എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം എവിടേക്ക്, എന്താണ് ആത്യന്തികമായ ജീവിതത്തിൻ്റെ അവസ്ഥ, നാം തിരിച്ചറിയുക. കുടുംബത്തെ അത് പരിശീലിപ്പിക്കുക, അറിവിനെ സ്നേഹിക്കുക, അറിവ് നേടാനുള്ള സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഏറ്റവും വലിയ അറിവ് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട അറിവാണ് എന്ന് തിരിച്ചറിയുക. അത് മക്കളെ പഠിപ്പിക്കുക. എത്ര ഉന്നതിയിലെത്തിയാലും ഇസ്ലാമിനോട് കൂറുള്ള, സ്നേഹമുള്ള, ഇസ്ലാമിക ദഅവത്തിന് ജീവിതത്തിൽ സമയം കണ്ടെത്തുന്ന നല്ല മക്കളായി ആ മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ മരണശേഷം നമ്മുടെ ഖബറിങ്കൽ വന്നുമല്ലാതെയും എൻ്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കൺകുളിർമയാകുന്ന മക്കൾക്ക് വേണ്ടി അതിനാവശ്യമായ വിദ്യാഭ്യാസം നാം നൽകുക. റഹ്മാനായ നാഥൻ ഇണകളിലും സന്തതികളിലും കൺകുളിർമ ലഭിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലൻ നബിയ്യി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.